ആദിവാസി നേതാവ് സി.കെ. ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൻ.ഡി.എ സഖ്യം വിട്ടു. ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണിയിൽ അവഗണന നേരിട്ടുവെന്നാണ് സി.കെ. ജാനു പറഞ്ഞത്. കോഴിക്കോട് ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് എൻ.ഡി.എ വിടാൻ തീരുമാനിച്ചത്. മറ്റു മുന്നണികളുമായി സഹകരിക്കണോ എന്ന് പിന്നീട് തീരുമാനിക്കും. ഇപ്പോൾ സ്വതന്ത്രമായി നിൽക്കാനാണ് ജെ.ആർ.സിയുടെ തീരുമാനമെന്നും ജാനു അറിയിച്ചിരുന്നു. നിലവിൽ എൻ.ഡി.എ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ജെ.ആർ.പി മുന്നണിയിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. തുടർന്ന് പാർട്ടി ശക്തമായി പ്രവർത്തനക്ഷമമാകുന്നതിനും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറെടുപ്പുകൾ തുടങ്ങാനും കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സി.കെ. ജാനു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ എൻ.ഡി.എയിലായിരുന്നു സി.കെ. ജാനു ഉണ്ടായിരുന്നത്. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു. പിന്നീട് 2018 ബി.ജെ.പി അവഗണിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് എൻ.ഡി.എ വിട്ടു. തുടർന്ന് എൽ.ഡി.എഫിനൊപ്പം ചേരാൻ സി.പി.ഐയുടെ അന്നത്തെ സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി ചർച്ച നടത്തിയെങ്കിലും 2021 വീണ്ടും എൻ.ഡി.എയിൽ തിരിച്ചെത്തി. 2016 മുതൽ കൂടെ നിന്നിട്ടും എൻ.ഡി.എ മുന്നണി മര്യാദ പാലിച്ചില്ല എന്നാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ സി.കെ. ജാനു പറഞ്ഞത്. ഇത്രയും വർഷം കൂടെ നിന്നിട്ടും അവരൊന്നും ചെയ്തില്ല. ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ സ്വയംഭരണം, ബോർഡ് കോർപ്പറേഷൻ പ്രാതിനിധ്യം, രാജ്യസഭാ സീറ്റ് തുടങ്ങിയ വാഗ്ദാനങ്ങളെ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല എന്നും സി.കെ. ജാനു പറഞ്ഞു. ഇനി ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും നടക്കുമെന്ന വിശ്വാസമില്ല എന്നും ജാനു വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും പാർട്ടിയുമായി സഹകരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല എന്നും തൽക്കാലം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും സി.കെ. ജാനു പറഞ്ഞു. യു.ഡി.എഫിനോട് എൽ.ഡി.എഫിനോട് സഹകരിക്കുന്ന കാര്യം ആലോചനയിലില്ല എന്ന് പാർട്ടിയെ ഒറ്റയ്ക്ക് നിന്ന് ശക്തിപ്പെടുത്തുമെന്നും സി.കെ. ജാനു പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നു മുന്നണി വിടണമെന്ന തീരുമാനമെടുത്തത്. ബി.ഡി.ജെ.എസിന് ലഭിക്കുന്ന പരിഗണന പോലും ജെ.ആർ.പിക്ക് ലഭിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ബോർഡുകളിൽ പ്രാതിനിധ്യമില്ല. ഇവയെല്ലാമാണ് രാജിക്ക് കാരണം.